ഒരു കേരള സ്റ്റോറി ഞാൻ പറയാം കേട്ടോ. കുറച്ച് മുമ്പ് എന്നെ കാണിക്കാൻ വന്ന ഒരു അച്ചായൻ, എനിക്ക് നല്ല പരിചയമുള്ളതാണ്. കുറച്ച് എണ്ണക്കടിയൊക്കെ കഴിച്ച് വയറസ്വസ്ഥാക്കി വന്നതാണ്. അയാൾ പ്രിയതമയുണ്ട് കൂടെ. ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ എണ്ണക്കടിയൊക്കെ പണ്ട് അവിടെ കച്ചവടം ചെയ്യുന്നതൊക്കെ എനിക്കറിയാം, ഉണ്ടാക്കാറുണ്ടോ? ഇപ്പം അതിൻ്റെയൊക്കെ ഒരു സീസണാണല്ലോ എന്നൊക്കെ ചോദിച്ചു. അല്ലല്ല, ഞങ്ങളിപ്പോൾ അതൊന്നും ഉണ്ടാക്കാറില്ല, അപ്പോൾ ജോലിയൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു, ഇവരെ ഭാര്യ വേറെന്തോ ഒരു ജോലി ചെയ്യുന്നുണ്ടല്ലോ. പണ്ടിവിടെ അഡ്മിറ്റ് ഉണ്ടായിരുന്നു ഒരു പേഷ്യൻ്റെ കൂടെ അവരെ നോക്കാൻ വേണ്ടി ഹോം നേഴ്സായിട്ട് നിന്നൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ അവർ ഹോം നേഴ്സിനൊക്കെ അത്രമാത്രം റിച്ച് ആണോ എന്ന് ചോദിച്ചു. ഇവർ പരിചരിച്ച പേഷ്യൻ്റ് ക്യാൻസറായിട്ട് പരിചരിക്കുന്ന. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, റിച്ചൊന്നല്ല, പക്ഷെ നാട്ടുകാർ നല്ലോണം നോക്കുമെന്ന് പറഞ്ഞു. അവരൊരു ഹിന്ദു കുടുംബത്തിൽപ്പെട്ടതാണ്, ഇവർ ക്രിസ്ത്യൻ ഫാമിലിയാണ്. ഇനി ഇതൊക്കെ ഒരു മതത്തിൻ്റെ പേരെടുത്ത് പരാമർശിക്കാൻ എനിക്കിഷ്ടമല്ല, കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. പക്ഷേ ഇതൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പം നമ്മൾ ആ പേരെടുത്ത് തന്നെ ചില കാര്യങ്ങൾ പറയേണ്ടതുകൊണ്ട് മാത്രം പറയണം കേട്ടോ, അല്ലാതെ ഞാൻ പ്രത്യേക മതത്തിന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ അവർ ഇത് എല്ലാ ദിവസവും അഡ്മിറ്റ് ആക്കുമ്പോൾ വളരെ നല്ല രീതിയിലാണല്ലോ അവർ പരിചരിക്കുന്നത്, പണത്തിനൊന്നും ഷോർട്ടേജ് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അതിനെന്താ, നാട്ടുകാർ അവരെ പൊന്നു പോലെ നോക്കുമെന്ന് പറഞ്ഞു. ഈ നാട്ടുകാരെന്ന് പറയുന്നത് മഹാഭൂരിഭാഗവും മുസ്ലിംസാണ്. ഈ പെൺകുട്ടി ഹിന്ദുവാണ്, ഇവരെ പരിചരിക്കുന്നവർ ക്രിസ്ത്യനാണ്. നല്ലോണം നോക്കും, നല്ലോണം സഹായിക്കും, ഭയങ്കര സഹായമാണ്. ആർക്ക് എന്ത് പ്രശ്നം അസുഖം വന്നാലും ഈ മുസ്ലിംസ് വല്ലാണ്ട് സഹായിക്കും. ഇപ്പം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടുള്ള ഒരു കുറവുണ്ട് എന്നല്ലാതെ നന്നായി സഹായിക്കുമെന്ന് പറഞ്ഞു. അറിയാതെ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളും യഥാർത്ഥത്തിൽ നടക്കുന്ന വിഷയങ്ങളും തമ്മിലൊരു അന്തരം മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ വായിച്ചു കൊണ്ടേയിരുന്നു. ഇതാണ് ജീവിതം, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. വരാം കേട്ടോ. ഓക്കെ, ബി ഹെൽത്തി, ബൈ.